ഇതാണ് ഒരു ഹെഡ്ലൈറ്റ്. ബേക്ക് ചെയ്താൽ അതിൻ്റെ ഗ്ലൂ ഇത് മഞ്ഞത്ത് ഹാർഡ് കോർ ആയിട്ട് ജാക്കറ്റ് വണ്ടി തള്ളുന്നുണ്ട്. അപ്പോൾ അതേ ഹാച്ചിയുണ്ട് നമ്മുടെ കൂടെ പണിയെടുക്കാൻ. ഹേ ഗായ്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ E46-ൻ്റെ ഡ്രിഫ്റ്റ് കാറിൻ്റെ ഹെഡ്ലൈറ്റ് പൊളിക്കലാണ്. DRL ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇതിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ആണ് ഇരിക്കണം, പക്ഷേ ആ DRL ബ്രൈറ്റ്നസ് ഇല്ല. അപ്പോൾ റിംഗ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് നമുക്ക് റെട്രോ ഫിറ്റ് ചെയ്യണം ഇതിലോട്ട്. അത്യാവശ്യം ഈസിയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഊരിൽ. നമുക്ക് ബമ്പറൊന്നും ഊരണ്ടായില്ല, പടയെന്ന് പറഞ്ഞ് ഊരി എടുക്കാം. നോർമലി E46-ന് DRL വന്ന് കണ്ടിട്ടില്ല. എനിക്കാണ് ഇത് പ്രീവിയസ് ഓണർ മാറ്റിയതെന്ന് തോന്നുന്നു ഹെഡ്ലൈറ്റോടെ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഊരില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഈ 2 ടെന്ന് ഊരുക, അതുപോലെ തന്നെ 10 ഊരുക, ഇവിടുത്തെ ഈ താഴത്തെ പീസ് ഊരുക, അതൊക്കെ ഊരി പോന്നാൽ പിന്നെ ഹെഡ്ലൈറ്റ് തന്നെ ഊരി പോരും. അല്ലാണ്ട് വലിയ പാടുള്ള പരിപാടിയൊന്നുമില്ല ഈ വണ്ടിക്ക്. പിന്നെ ഊരിയാലും നമുക്ക് ഇത് ഹീറ്റ് ചെയ്യേണ്ടത്, ബേക്ക് ചെയ്യേണ്ട മറ്റേ വേറുള്ള ബീമിൻ്റെ. അപ്പോൾ നമ്മൾ ഏതാക്കണമെന്ന് പറഞ്ഞാൽ ബേക്ക് ചെയ്താൽ അതിൻ്റെ ഗ്ലൂ ഇത് ദിവസമുള്ളൂ. ഇതിന് അങ്ങനെ ഗ്ലൂ ഇല്ല, ഇത് ജസ്റ്റ് ക്ലിപ്പാണ്. അപ്പോൾ ഈ ക്ലിപ്പെല്ലാം ഊരിയാൽ ജസ്റ്റ് ഊരി പോരും ലെൻസ്. പിന്നെ അപ്പോൾ പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നമുക്ക് ഓർക്കണം. ഇത് അണ്ടർ ഷീൽഡിൻ്റെ ബോൾട്ടാണല്ലോ, ഇത് 8. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹെഡ്ലൈറ്റും ഊരിയിട്ടുണ്ട്. അപ്പം നമ്മുടെ 2 ഹെഡ്ലൈറ്റ്, ഇത് രണ്ടും നമുക്കിനിയിപ്പം പൊളിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഇതിനിപ്പം ബേസിക് ക്ലിപ്പുകളായി കാണുന്നത്. അപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ ഊരിയ ഈ ലെൻസ് ഊരിപ്പോരും. അപ്പം നമുക്കിനി ബാക്കി പൊളിച്ചിട്ട് ഇത് അരുൺജി ഹൈലി റിസ്കി ഷോട്ട്സ് ഒക്കെ. ഓ, നീ ഒരു കില്ലാടി തന്നെ ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ. ടാറ്റാ. ഇതാണ് ഇപ്പോൾ തന്നെ OEM DRL. നമ്മളിപ്പം ജമ്പർ പാക്കിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കിയതാണ്. ഇതാണ് ഇനി വെക്കാനുള്ളത് ആഫ്റ്റർ മാർക്കറ്റ്. ഇതിപ്പം ഒട്ടും ബ്രൈറ്റ്നസ് ഇല്ല, ഇപ്പോൾ കണ്ടാൽ അറിയാം. അപ്പോൾ നമ്മളിത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇതിൻ്റെ പൊക്കത്തോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1 ഇഞ്ചിലേ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേത് ഇപ്പം ഇത് ക്ലാമ്പ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. പക്ഷേ എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്ലൂ എന്തെങ്കിലും ചെയ്യണം ചുറ്റും, അല്ലെങ്കിൽ അത് സോളിഡായിട്ട് ഇരിക്കത്തില്ല. നമ്മളിപ്പോൾ 2 ഇഞ്ചിലേ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇപ്പോൾ മറ്റേ ഹെഡ്ലൈറ്റിനെ ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ജമ്പർ പാക്കിന് കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഓരോ കളറും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കളറാണ്, ഓൾമോസ്റ്റ് യെല്ലോ പോലെ. പക്ഷേ റെഡും കൊള്ളാം. അപ്പോൾ അതിന് റിമോട്ടുണ്ട്, അപ്പോൾ റിമോട്ടിലാണ് നമ്മൾ ഫുള്ള് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ പല ട്രാൻസിഷൻസും എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഹെഡ്ലൈറ്റും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഹെഡ്ലൈറ്റും സെറ്റ് ചെയ്ത് 2 ലെൻസ് തിരിച്ച് കയറ്റി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫൈനൽ പ്രൊഡക്റ്റ്. നമുക്ക് വണ്ടിയിലോട്ടുള്ള വയറിങ് സെറ്റ് ചെയ്യണം. നമ്മളിപ്പം ജസ്റ്റ് ജമ്പർ പാക്കിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഇനി അതാണ് ഇതിനടുത്ത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്ത് നമുക്കിന്ന് ഫിറ്റ് ചെയ്യണം. ഇന്നിപ്പം സ്നോ ഡേ ആണ്, അപ്പോൾ നമ്മൾ ഓർത്ത് ഗ്യാരേജിനകത്തോട് കയറ്റിയിട്ട് ഫിറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഹാച്ചിയുണ്ട് നമ്മുടെ കൂടെ പണിയെടുക്കാൻ. ഇതാണ് ഹെഡ്ലൈറ്റ്. ഇപ്പം നമുക്ക് കുറച്ച് വയറിംഗ് ഒക്കെ ചെയ്യാനുണ്ട് സാധനത്തിന്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഡയറക്റ്റ് OEM സ്പോട്ടിലോട്ടല്ലല്ലോ കയറ്റുന്നത്, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെയ്യാനുണ്ട്. ഇതാണ് ഒരു ഹെഡ്ലൈറ്റ്, അടുത്ത ഹെഡ്ലൈറ്റ് ഇതാണ്. ഇത് രണ്ടുമാണ് നമുക്ക് കയറ്റേണ്ടത്. വണ്ടി നമ്മളിപ്പോൾ നല്ല സ്നോ ആയിരുന്നു ഇന്നാളത്തെ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ കയറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട് സാധനം. കാച്ചി നമ്മുടെ സ്കിൽഡ് ഡ്രൈവർ അരുൺജി വീണ്ടും WRX സ്കില്ലുകളായിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് നോക്കാം. വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, അപ്പം നോക്കട്ടെ.
ഒരു സെക്കൻഡ്. അരുൺജി മഞ്ഞത്ത് ഹാർഡ് കോർ ആയിട്ട് ജാക്കറ്റ് നടന്ന് വണ്ടി തള്ളുന്നുണ്ട്. ട്രൂ നോർത്ത് അരുൺജി. ഇതാണ് നമ്മുടെ E46 ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ലാണ്ട്. അതെ, നാട്ടിൽ ഈ പണി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലേ? മഞ്ഞായിക്കോട്ടെ മഴ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിട്ട് വണ്ടിയുടെ സ്നോ റിമൂവ് ചെയ്യണമെങ്കിൽ അരുൺജിയെ കോൺടാക്ട് ചെയ്യുക. പ്രൊഫഷണൽ അരുൺജി. അപ്പോൾ അതെ, നമുക്ക് ആദ്യം പരിപാടി നമുക്ക് മിറർ മാറണം. ഇതുകൊണ്ട് ഈ മിറർ മുഴുവൻ ഒന്നും കാണത്തില്ല, ഇവനെ മാറണം. നമുക്ക് വേറെ മിറർ നമ്മൾ എടുത്തിട്ടുണ്ട്. വേറെ വ്യത്യാസം കണ്ടാൽ പറഞ്ഞാൽ പഴയ വണ്ടിയൊക്കെ പബ്ലൂ ഷെയ്ഡുള്ള മിററാവും. OEM ഫാക്ടറി തന്നെ വരുന്നത്. വൈറ്റ് അല്ലേ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. രാത്രിയിലത്തെ ചിലപ്പോൾ ഗ്ലെയറിൻ്റെ അതുപോലെ ആയിരിക്കും. പക്ഷേ നൈസാണ്. ഹീറ്റഡാ കണ്ടോ, ഇവൻ ഹീറ്റഡ് സാധനമാണ്. അപ്പം അതിൻ്റെ കൂടെ നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്യണം. നൈസ് കേട്ടോ, ഇത്രയും പഴയ വണ്ടിക്ക് ഹീറ്റഡ് വരുന്നത്. അതെ, 2001 വണ്ടിയാന്ന് പറഞ്ഞു. ഇത് ഹീറ്റഡ് അല്ലേ? ജർമ്മൻ ടെക്നോളജി. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ മിറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫ്യൂസ് ടാപ്പ്. നമ്മളിപ്പോൾ ഫ്യൂസ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് എടുക്കാമെന്ന് ഓർത്താക്കണേ. DRനുള്ള ലൈറ്റ്, DRLയുടെ കൺട്രോളറൊക്കെ വന്നാക്കണേ. ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ E46 ഫ്യൂസ് ബോക്സ് ഇരിക്കുന്നത് നമ്മുടെ ഗ്ലൗ ബോക്സിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേഡിയോയിലെ 5 ആംസിൻ്റെ ഒരു ഫ്യൂസ് ഉണ്ട്, അതിലേക്ക് ടാപ്പിൻ ചെയ്യാനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എന്നാ പിന്നെ ഇതാണ് പുക വരുന്നുണ്ടല്ലോ, കത്തിയതാണോ? ഓ, തണുപ്പിൻ്റെ പുക വരുന്നതാ അല്ലേ? തണുപ്പ് റെഡി നോക്കി കൊടുത്തോ? റീഡാവത്തെ 1 ആമ്പിയറൊക്കെ കാണിക്കണം. കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ വരുന്നുണ്ട് 11 വോൾട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്യൂസ് ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇത് റേഡിയോയുടെ ഇതിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ എപ്പോഴും ഓൺ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോൾട്ട് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് സാധനം വർക്ക് ചെയ്യണുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കണം ഇത് ഫയർ വോളിൽ കൂടെ. എന്നിട്ട് ജസ്റ്റ് ഹീറ്റ് ഷിങ്കും നമ്മുടെ ഇലക്ട്രിക്കൽ ടാപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ തൽക്കാലത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വയറൊക്കെ വലിച്ച് നമ്മൾ ഫയർ വാളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോൾ മോഡ്യൂൾ വരുന്നത്. അപ്പം ആ ഹെഡ്ലൈറ്റിൽ നിങ്ങൾ ഒരു ലെങ്തി ഉള്ളൊരു വയർ നമ്മൾ ഇവിടെ റൺ ചെയ്തു. അപ്പം 4 ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഉള്ളിൽ നിന്ന് എടുത്ത യൂസിൽ നിന്ന് എടുത്ത വയർ നമ്മൾ ഇതിലേക്ക് ടാപ്പിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ജസ്റ്റ് ഒരു ഹീറ്ററിങ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് വൺസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ ഇവിടെ എവിടെയെങ്കിലും നൈസായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെ, നമ്മൾ ജസ്റ്റ് എല്ലാം വയറിങ് കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവിലൊന്ന് കൊടുത്തു നോക്കാം. തെളിയുന്നുണ്ടോ? കൊടുത്തടാ. ഡിഫോൾട്ട് യെല്ലോ ഇപ്പോൾ കിടക്കണം. അത് നമുക്ക് റിമോട്ടിൽ മാറ്റാം. ഇപ്പം തൽക്കാലം യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റ് നമ്മൾ നെഗറ്റീവിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് DRLൊക്കെ സെറ്റ് ചെയ്ത് നമുക്കിനി പുറത്തോട്ടൊന്ന് ഇറക്കിയിട്ടിട്ട് ഫുള്ള് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ E46 ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ച് കയറ്റി. നമ്മളവനെ പുറത്തിറക്കിയിട്ടുണ്ട് ഗരാജിൽ നിന്ന്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ജസ്റ്റ് ഹേലോസ് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ലുക്കേ മാറി. നമുക്ക് കളേഴ്സ് അല്ല, നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഇതുപോലെ ഗ്രീനോ അതുപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് RGB
വേരിയൻ്റാണ് നമ്മൾ പോയത് ഹെയിലോടെ. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ റോഡിലൊക്കെ ജസ്റ്റ് റെഗുലറായിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ കോപ്സിനൊന്നും അട്രാക്റ്റ് ചെയ്യത്തൊന്നുമില്ല. അതുപോലെ ഇവൻറ്റിനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള റെഡ് ഫ്ലാഷ് ചെയ്യുന്ന തീമോ അങ്ങനെയുള്ള തീമുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ പരിപാടി എല്ലാം നമ്മൾ നിർത്തി. നമ്മുടെ മെയിൻ നമ്മൾ ചെയ്യാനുള്ള ഹെഡ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ ഹെഡ്ലൈറ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെയിലോ ഒക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീട്ടിൽ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഇന്ന് തിരിച്ച് വന്ന് ഗരാജിൽ വെച്ച് ഹെഡ്ലൈറ്റ് എല്ലാ കാര്യങ്ങളും തിരിച്ച് കയറ്റി. എൻ്റെ വയറിങ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് എടുക്കേണ്ടതുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഒരു ഫ്യൂസിൽ നിന്ന് നമ്മൾ ടാപ്പിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വയർ വലിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ മേജർ ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മൾ ഡ്രൈവർ സൈഡ് റിയർ വ്യൂ മിറർ മിസ്സിംഗ് ആയിരുന്നു. അപ്പം അത് നമ്മൾ പാർട്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഫിറ്റ് ചെയ്തു. അതുപോലെ ഇതിൻ്റെ ഡോർ ക്ലിപ്സ് കുറച്ച് മിസ്സിംഗ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഇന്ന് ഫിക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ടൈം കിട്ടിയില്ല. അപ്പം നാളെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പണി ഇവിടെ നിർത്തി. അപ്പോൾ നമ്മൾ ഇനി പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പീസ്.